ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിലിമി മാനിയ. ഇന്ന് നമ്മൾ ലെജൻസിന്റെ 13ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ലീമലയാണ്. അവര് രണ്ടുപേരും അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ മാജിക് പവർ കാരണം അവര് അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സീമാറാനും ഗോഡ് ഓഫ് ഡീമനും അതിലകപ്പെട്ടതുകൊണ്ട് തന്നെ ഗോഡ് ഓഫ് ഡീമൻ കഴുത്തി കത്തിവെച്ചിട്ട് ഞാൻ എന്തായാലും മരിക്കാൻ പോവാ. അപ്പോഴാണ് അവളുടെ ക്രിസ്റ്റൽ കാണുമ്പോൾ അത് അവളുടെ ഒറിജിനൽ ക്രിസ്റ്റൽ എന്നല്ലെന്ന് മനസ്സിലാവുന്ന അവൻ സ്വപ്നത്തിൽ നിന്നും പുറത്തു വരുന്നത്. അതേസമയം ലൂവും ഈഗിളും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ലൂ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്താൽ ഇവിടെ മൊത്തം നാശമായി പോതേയുള്ളൂ, നീ ഇപ്പം തൽക്കാലം അത് നിർത്ത് എന്ന് പറഞ്ഞിട്ട് അവർ സമാധാനമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ലൂ പറയാണ്, നിനക്ക് ലീസണയല്ലേ വേണ്ടത്, നീ അവനെ എടുത്തോ, പക്ഷെ സീമാറാനെ വെറുതെ വിടണം, ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അത് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നിനക്ക് പകരമായിട്ട് ഞാനാണെങ്കിൽ അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ സ്പൈ പോലെ എല്ലാം നിനക്ക് പറഞ്ഞുതരാം. ആ കൊള്ളാലോ ഇടിയിൽ, എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവൻ കൈ കൊടുക്കുന്നൊക്കെ നമ്മുടെ ഗോഡ് ഓഫ് ഡീമന് വിഷമം വരുന്നുണ്ട്. ആ കൈ കൊടുക്കുന്ന കൈ വെച്ച് അവൻ ഉമ്മ വെക്കാൻ വരുമ്പോഴത്തേക്കും ഗോഡ് ഓഫ് ഡീമൻ ആ മാന്ത്രിക വലയം പൊട്ടിച്ച് അവിടെ നിന്ന് അവളെ കൂട്ടിയിട്ട് പോകുന്നു. നിന്റെ അവസാനം എൻ്റെ കൈ കൊണ്ടായിരിക്കും എന്ന് ഈഗളും പറയുന്നു. അതേസമയം സിയെ ആണെങ്കിൽ ലൂനെ അന്വേഷിച്ച് വരുമ്പോൾ സിക്ക് അവളെ പിടിക്കുന്നു. അവളെ പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോകുന്നു. അതേ നേരത്താണ് നമ്മുടെ ഗോഡ് ഓഫ് ഡീമനും ലൂ അവിടെ എത്തുന്നത്. ലൂ ആണെങ്കിൽ സിയയുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു. അവിടെ ചെല്ലുന്ന സിക്ക് ആണെങ്കിൽ ഒരു കുറ്റവാളിയെ പോലെ സിയെ പിടിച്ചു വെക്കുന്നു. അത് കാണുന്ന ലൂ, ഇവൾ എൻ്റെ വേലക്കാരിയാണ്, നീ ആരായി ഇവളെ പിടിച്ചു വെക്കാൻ? അതിന് ഇവളെന്തിനാ മുഖം മൂടി നിൽക്കുന്നതെന്ന് സിക്കും ചോദിക്കുന്നു. അവളൊരു നാണം കുണിങ്ങിയ, അതുകൊണ്ടാണ് അവൾ മുഖം മൂടി നിൽക്കുന്നത്. നീ എന്തിനാ അവളെ അതിന് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? അവളെ ഇനി ഉപദ്രവിച്ചാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് ലൂവും പറയുന്നു. അപ്പോഴാണ് ഗോഡ് ഓഫ് ഡീമൻ സിക്കയോട് പറയുന്നത്, നീ സീമറാന് വേണ്ട കാവൽപ്പട ശരിയാക്ക്. ഇതും പറഞ്ഞ് പോകുന്ന അവൻ രൂക്ഷമായിട്ടൊന്ന് നമ്മുടെ ലൂവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ലൂവിനോട് സിയ ചോദിക്കുന്നുണ്ട്, നിങ്ങളോടെന്താ അവനൊന്നും പറയാണ്ട് പോയത്? അത് പിന്നെ ഞാൻ ഈഗിളിനോട് സംസാരിച്ച് അവൻ കേട്ടെന്ന് തോന്നുന്നു. അവിടുന്ന് പോകുന്ന ലൂ നേരെ യൂജിൻ്റെ അടുത്ത് പോയിട്ട് അവളെ കൂട്ടിയിട്ട് നേരെ സീമറാനെ കാണാനെന്നും പറഞ്ഞ് ഗോഡ് ഓഫ് ഡീമിൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് പോകുമ്പോഴാണ് അവിടെ കുവാങ് ആണെങ്കിൽ ഗോഡ് ഓഫ് ഡീമനും ചേർന്ന് നമ്മുടെ സീമാറാന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കാണ് അവർ കയറി വരുന്നത്. അവർ കയറി വരുമ്പോഴേക്കും ലൂ പറയുന്നുണ്ട്, മാസ്റ്റർ യൂജിന് സീമാറാനെ കാണുന്നു പറഞ്ഞോ, അതാ കൂട്ടിയിട്ട് വന്നേ. അതിനു മുമ്പ് നീ ആദ്യം മരുന്ന് കഴിക്കുന്ന പറഞ്ഞ് കുവാങ് മരുന്ന് കൊടുക്കുമ്പോൾ മാസ്റ്ററിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല. എന്താ പറ്റിയെന്ന് ഒന്നുകൂടി ചോദിക്കുമ്പോൾ ഇറങ്ങി ഇവിടെ നിന്ന് പോകുന്നവൻ പറയുന്നു. സീമറാന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ നീ നിൻ്റെ ഡ്രസ്സ് വരെ ഞാൻ മരുന്നിടാന്ന് പറയുമ്പോൾ വേണ്ട, ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് നമ്മുടെ സ്ഥലത്ത് പോകുന്ന മഞ്ഞ് അവനെ കൂട്ടിയിട്ട് നേരെ പോകുന്നു. അപ്പോൾ കുവാങ്ങി വയ്ക്കും, നിനക്കെന്താ മരിക്കണമെന്ന് ഇത്ര വലിയ ആഗ്രഹമാണ്? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു നിൻ്റെ പവർ യൂസ് ചെയ്യില്ലെന്ന്, നീ വീണ്ടും അത് തന്നെയല്ലേ ചെയ്യുന്നത്? ആ പെൺകുട്ടികൾ അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്ന് അവനും ചോദിക്കുന്നു. ആ സിംഗത്തെ പിന്നെ കാണിക്കുന്ന ഗരുഡനെയാണ്. അല്ല സീമറാൻ എന്ത് ചെയ്യുന്നു അവൻ ചോദിക്കുമ്പോൾ സീമറാനെ അല്ലേ നമ്മൾ അവരോട് പറഞ്ഞു വിട്ടത് എന്ന് ഈഗിളും ചോദിക്കുന്നുണ്ട്. അല്ല മാസ്റ്റർ, നമ്മളിനി ലീസനെ പിന്തുടരണ്ടേന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് വേണ്ടി ഇപ്പോൾ എൻ്റെ ദേവത അവിടെ സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിനി ആ കാര്യം ഓർക്കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം ഈ വീക്കിലെ ലീഡറായിട്ട് എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ എന്ന് അവനും പറയുന്നു. ആ സിംഗട്ടെ പിന്നെ കാണിക്കുന്ന ലൂനെയാണ്. ലൂവിനോട് സിയെ ചോദിക്കുകയാണ്, എന്താ ഈ പ്രാവശ്യം നിന്നോടൊന്നും പറയാതെ അവൻ പോയെന്ന് ചോദിക്കുമ്പോൾ അതിനെല്ലാ പ്രാവശ്യം അവൻ എന്നോട് പറയാറില്ലല്ലോ, ആരാ പറഞ്ഞേ? അവൻ എപ്പോഴും നിന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ, പക്ഷെ ഇന്നെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സീമറാനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈഗിളിനോട് പറഞ്ഞു അവൻ്റെ സ്പൈ ആയിട്ടിരിക്കാന്ന്. ഇതവൻ കേട്ടു. ഓഹോ, വെറുതെ അല്ല അവൻ സംസാരിക്കാതിരിക്കുന്നത്. എന്നാൽ നീ പോയി മാപ്പ് പറയാൻ പറയുമ്പോൾ ലൂ പറയാ, ഞാൻ ആരോടും പോയി മാപ്പ് പറയത്തില്ല, എനിക്ക് വേണ്ടിയല്ലല്ലോ നിനക്ക് വേണ്ടി തന്നെയല്ലേ പോയി മാപ്പ് പറയാൻ പറയുമ്പോൾ എന്നെപ്പോലെ തന്നെയല്ലേ നീ ഇരിക്കുന്നത്, എന്നാൽ നീ പോയി മാപ്പ് പറ, ഞാനൊരിക്കലും ആരോടും മാപ്പ് പറയത്തില്ലെന്ന് ലൂവും പറയുന്നു. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് എൻ്റെ അടുത്ത് മാത്രം മൂച്ചെടുക്കാൻ അറിയാം, അല്ലാതെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നീ ഭീരു ആണല്ലോ. അതെ, ഞാൻ ഭീരു തന്നെയാണ്, പക്ഷേ ഇല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആൾക്കാരെ മയക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ ആൾക്കാരോട് എങ്ങനെ സോറി പറയണമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നിങ്ങളായിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക, അതാണ് നിങ്ങൾക്കും നല്ലത് എനിക്കും നല്ലത്. എന്തായാലും അവനൊരു പാവമല്ലേ, അവനാണല്ലോ നിങ്ങളെ ഇതിനു മുമ്പ് സഹായിച്ചിട്ടുള്ളത്. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ ഒരിക്കലും മാറില്ലെന്ന്. ഇതും പറഞ്ഞ് രണ്ടുപേരും ഈ വീക്ക് ലൈനിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും പോയി അവനോടൊന്ന് സോറി പറ, അവൻ പാവമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പാവോ, നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല, വിശ്വസിച്ച ആൾ തന്നെ നമ്മളെ പിന്നിൽ നിന്നും കുത്തുന്നു. ഇത് ഉദ്ദേശിച്ചത് മിൻഷുവിനെ കുറിച്ചാണ്.
ആ സീൻ കട്ടായി പിന്നെ കാണിക്കുന്ന കാൻലിനെയാണ്. കാൻലിൻ ജിയാൻ ക്ലാനിലോട്ട് തിരിച്ചു വന്നിരുമ്പോഴേക്കും അവിടെയുള്ള ഗാർഡ്സ് പറയുന്നത് നിന്റെ അച്ഛന് സുഖമില്ലാതിരിക്കുകയാണെന്ന്. അത് കേട്ട കാൻലിൻ അച്ഛനെ കാണാൻ പോകുന്നു. അതേസമയം ആ ഗാർഡ് സോറോയോട് ആ വിവരം പറയാനും പോകുന്നുണ്ട്. അപ്പോൾ സോറോ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയെന്ന് കാൻഷനോട് നമ്മുടെ അഭിപ്രായം ചോദിക്കണം. അതുപോലെ തന്നെ ഈവി ക്ലാൻ എന്തായാലും നമ്മുടെ ക്ലാനിന്റെ ആവശ്യമുണ്ട്. കാരണം ഗോൾഡൻ ഇമ്മോർട്ടലിനെ കൊണ്ട് മാത്രമേ ഈവി ക്ലാനെ രക്ഷിക്കാൻ കഴിയൂ. ഇപ്പോൾ ഈഗിളാണല്ലോ നമ്മുടെ പ്രശ്നമെന്ന് അയാൾ പറയുമ്പോൾ ഈഗിൾ ഒരു വെറും പൂച്ച മാത്രമാണ്, അവനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ലീസൺ അങ്ങനെയല്ല. അവൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവനെ നമുക്ക് ഒരിക്കലും തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം അവനെ എങ്ങനെയെങ്കിലും വകവരുത്തണം. അവനെ വകവരുത്താൻ ഏറ്റവും നല്ല മാർഗം സിയയാണ്. സിയയെ അവനെ ഇപ്പോൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ സിയയെ കരുവാക്കി നമുക്ക് അവനെ കൊല്ലാം. അപ്പോഴേക്കാണ് ഗാർഡ് വന്ന് കാൻലിൻ വന്ന കാര്യം അറിയിക്കുന്നത്. അങ്ങനെ കാൻലിൻ്റെ അടുത്ത് നിന്ന് സോറ പറയാണ്, മോനെ നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു? നിന്നെ അന്വേഷിച്ച് കുറേ നാളായിട്ട് ഞാൻ അലയാണ്. നിന്റെ അച്ഛൻ ഇപ്പം സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അച്ഛനെ പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ പോയി കാണുമെന്ന് പറയുന്നു. അങ്ങനെ അച്ഛനെ പോയി കണ്ടിരിക്കുന്ന കാൻലിൻ്റെ അടുത്തേക്ക് സോറ വരുന്നു. കാൻലിൻ, നിന്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖമാവും. നീ എന്തായാലും വരും കാല രാജാവല്ലേ, അതുകൊണ്ട് തന്നെ സിയെ ഇനി മറന്നേക്ക്. സിയെ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അവൾ ഈവിൽ ക്ലാനോട് ചേർന്ന് ദുഷ്ടയായിരിക്കുന്നു. അതുകൊണ്ട് നീ അവളെ മറക്കണമെന്ന് നിന്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞേന്ന്. അങ്ങനെ ലൂ നടന്നു വരുമ്പോഴാണ് ഇത് തെക്കുമലയുടെ ആളല്ലേ, ഇവനെന്താ ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും പോയി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ലൂ അങ്ങോട്ട് പോകുന്നു. അന്വേഷിക്കില്ലെന്ന് പറഞ്ഞിട്ട് മാസ്റ്ററിനെ കുറിച്ച് എന്താ തിടുക്കം. ഇതും പറഞ്ഞ് ലൂ അകത്തേക്ക് കയറി പോകുമ്പോൾ ഇവന്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, സ്വർഗവാള് കാരണമാണ് ഈ മുറിവ് ഉണ്ടായത്. എൻ്റെ ഈ മുറിവ് എപ്പോൾ ഭേദമാവെന്ന് ചോദിക്കുമ്പോൾ ചെറിയ മുറിവായിരുന്നു, അതിപ്പോൾ വലുതായി. നീ എന്തായാലും ഒരു 28 ദിവസം മര്യാദക്കിരിക്കെ, അപ്പോൾ നിന്റെ മുറിവ് ഉണങ്ങുമെന്ന് പറയുന്നു. അല്ലെ കുറഞ്ഞതൊരു 10 ദിവസം മര്യാദയ്ക്ക് നിന്റെ പവർ യൂസ് ചെയ്യാതിരിക്കെ, അപ്പോൾ മര്യാദയ്ക്ക് അത് ഉണങ്ങും. അതുപോലെ വെള്ളത്തിനടുത്ത് പോവലെന്ന് കുവാങ് പ്രത്യേകം പറയുന്നു. എന്നാ ശരി, അവൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോകുന്നല്ലോ. വേണ്ട, അവനൊരു പാവല്ലേ, അവൻ്റെ മുറിവ് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അവനെ സഹതാപത്തോടെ നോക്കുന്നു. അതേസമയം കുവാങ് അസിസ്റ്റന്റിനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും റിസൾട്ട് സൂസൻ ക്ലാനിൽ നിന്ന് തിരിച്ചു വന്നെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല എന്ന് അദ്ദേഹവും പറയുന്നു. അങ്ങനെ അതേസമയം കാണിക്കുന്നത് ഷെമ്മിയെയാണ്. അവൾ നേരെ ഒരു വൈദ്യൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനോട് പറയാണ്, നിങ്ങളും ഈവി ക്ലാനിലുള്ള വൈദ്യനും കൂടെ ചേർന്നാണ് എന്നെ ഇത്ര നാളും ഗുണപ്പെടുത്തിയത്. നിങ്ങളെ രണ്ടുപേരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങളെ ആരാണ് എനിക്കുള്ള മരുന്നിനെയും കണ്ടുപിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ നിങ്ങളോടൊന്നും കടപ്പെട്ടവളായിരിക്കുമെന്ന് അവൾ അറിയിക്കുന്നു. എന്തിനാ നിങ്ങളിപ്പോൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ മരുന്നിനെ കുറിച്ച് ചോദിക്കാനാണ് വന്നത്. ഈ കുറിപ്പൊന്നോ നോക്കിക്കെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇത് നിങ്ങളാണോ അയച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇത് ഞാനല്ല അയച്ചത്. പക്ഷേ ഇതിലെ മരുന്ന് കൊണ്ട് നിന്നെ ഗുണപ്പെടുത്താൻ പറ്റുമെന്ന് അദ്ദേഹവും പറയുന്നു. ഈ മരുന്നിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതനുസരിച്ച് നീ കഴിക്കുകയാണെങ്കിൽ നിന്റെ അസുഖം കുറച്ചൊക്കെ ഗുണമാവുമെന്ന് അവൾ പറയുന്നു. ഇത് ഞാനല്ല അയച്ചത്, കുവാങ്ങാന്നും പറയുന്നുണ്ട് പ്രത്യേകം. ഷെമ്മി കുവാങ്ങിന് വേണ്ടി ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. പക്ഷെ ആ ലെറ്റർ കൈ കിട്ടുന്നത് നമ്മുടെ സീമറാൻ്റെ കയ്യിലാണ്. ഇത് കുവാങ്ങിന് കൊടുക്കാൻ അവൻ പ്രത്യേകം പറയുന്നു. നിങ്ങൾ ബാക്കി കഥ പറഞ്ഞു തരാമെന്ന് ചോദിക്കുമ്പോൾ അവൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ യൂജിനെ ആക്രമിക്കാൻ വന്നവരെ മൊത്തം സീമറാൻ അടിച്ച് നിലംപരിശാക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ഫുഡ് ഉണ്ടാക്കി അവന് കൊടുക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിന്നോളാനും അവൻ പറയുന്നു. അപ്പോൾ അവനെ ചതിക്കാൻ വേണ്ടി വന്നവളെ അവൻ എന്തിനാണ് കൂടെ നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ അവനറിയായിരുന്നു അവൾ ചതിക്കാനാണ് വന്നേന്ന്. അതറിഞ്ഞിട്ട് അവൻ നിർത്തിയെന്ന് പറയുമ്പോൾ ബാക്കി കഥ ഞാൻ നാളെ പറയാം, നീ ഇപ്പോൾ പോകാൻ പറയുന്നു. എന്നാലും ഇത്ര ശക്തനായ എൻ്റെ അച്ഛൻ എന്തു പറ്റിയെന്ന് പറഞ്ഞു എന്ന കാൻലിൻ സോറ സംസാരിച്ചുകൊണ്ട് വരുന്ന കേൾക്കുന്നുണ്ട്. അവനത് ഒളിഞ്ഞിരുന്ന് കേൾക്കുമ്പോൾ ഇവരാരെക്കുറിച്ചാണ് വർത്താനം പറയുന്നത്? അപ്പോൾ സോറ പറയാണ്, സിയെ എന്തായാലും നമ്മൾ എത്രയും പെട്ടെന്ന് അറിയണം, അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അതിന് ഏറ്റവും നല്ല ആൾ ഇമോഷയാണ്. ഇമോഷയാകുമ്പോൾ അവർക്കാർക്കും സംശയം തോന്നില്ല. കാരണം നമ്മളിപ്പോൾ ആരെ അയച്ചാലും അവരെ ലീസണ് വകവരുത്തുകയാണ്. അതുകൊണ്ട് ഇമോഷയാണ് നല്ല ആൾ ആ ഒരു കാര്യത്തിൽ. സിയെ ഈ കാര്യം അറിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ക്വാൻഷനും ഈ കാര്യം അറിയുമല്ലോ. അങ്ങനെ അവനെ ഇവിടെ വരുത്തിയിട്ട് വേണം അവൻ്റെ നിന്ന് ഒരു തുള്ളി രക്തമെടുത്തിട്ട് നമുക്ക് ഗോൾഡൻ ഇമോർട്ടലിനെ തിരിച്ചു കൊണ്ടുവരാൻ. അതിന് എന്തായാലും പറ്റിയ ആൾ ഇമോഷൻ തന്നെയാണ്. ഇമോഷൻ ആകുമ്പോൾ അവർക്ക് ആർക്കും ഒരു സംശയവും വരില്ല. അപ്പോൾ പുറത്തെന്തോ ശബ്ദം കേൾക്കുന്ന സോറോ കാറ്റായിരിക്കും എന്ന് പറയുന്നു. ശരിക്കും കാൻലിനായിരുന്നു അവിടെ. അങ്ങനെ അവർ നേരെ ഗോൾഡൻ ഇമോർട്ടലിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ സോറോ പറയാണ്, സിയെ വരുമ്പോൾ അവനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഗോഡ് ഓഫ് ഡീമനും പുറകെ വരും. അങ്ങനെ അവനെ വകവരുത്താം. അതുപോലെ തന്നെ ക്യാൻഷന് വരുമ്പോൾ അവനെ എൻ്റെ ചേട്ടനെ ഉപയോഗിച്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് എടുത്ത് ഗോൾഡൻ ഇമോർട്ടലിനെ ഉണർത്തണം. അപ്പോൾ എൻ്റെ അച്ഛൻ ശരിക്കും ഇവളുടെ പിടിയിലാണോ എന്ന് ഓർക്കും.
അങ്ങനെ എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് മാറ്റം വന്നതെന്ന് കാൻഡിലിന് മനസ്സിലാവും. പുറത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലാവുന്ന സോറോ കാൻഡിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് അവളുടെ പവർ അവൻ്റെ നേരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗാർഡ് വന്നിട്ട് ഇമോഷയോട് പറയാണ്, സോറോ അയച്ച എഴുത്ത് ഞങ്ങൾ കണ്ടായിരുന്നു. അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ലീസിനെതിരായിരിക്കും എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ലീഡറിന് ആപത്ത് പറ്റിയിരിക്കുന്നു. അയാളെ പോയി കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവനെ കൊല്ലേണ്ട നേരമായി, നമുക്ക് പോയി കാണാമെന്ന് ഇമോഷൻ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ലൂവിനെയാണ്. സിയ പറയാണ്, എത്ര ദിവസമായി മാസ്റ്റർ ഇവിടെ വന്നിട്ട്? കുറേ ദിവസമായല്ലോ. എന്തായാലും നിങ്ങൾ പോയി അവനോട് പോയി ഒന്ന് മാപ്പ് പറ, അപ്പോൾ അവൻ ക്ഷമിക്കും. നിനക്കെന്താ അവനെ കാണാതിരുന്നിട്ട് ഉറക്കം വരുന്നില്ലേ എന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങളോട് പോയി മാപ്പ് ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞത്, അതിന് എന്നോട് എന്തിനാ പറയുന്നതെന്ന് അവളും ചോദിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഗോഡ് ഓഫ് ഡീമൻ അവൻ്റെ റൂമിൽ ഇരുന്ന് കേൾക്കുവാണ്. അപ്പോഴാണ് അവിടേക്ക് ഗോങ് വരുന്നത്. എന്താ കൂട്ടുകാര, നിനക്കൊന്ന് മരുന്നിടാൻ കൂടി എൻ്റെ അടുത്ത് വന്നൂടെ? അതിന് ഞാൻ ഇങ്ങോട്ട് വരണോന്ന് ചോദിച്ച് നീ എന്തായാലും ഡ്രസ്സ് വരെ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ആകെ ആ മുറിവ് ഒന്നുകൂടെ കൂടി. ഇതെന്തായാലും ഡീമൻ സ്വാഡും കൂടെ എടുത്തിട്ട് വന്നതാണ്. സ്വർഗവാള മാത്രം എടുത്തേണ്ട പാടല്ല. നിന്റെ ഈ മുറിവ് നേരെയാക്കാനുള്ള മരുന്നൊന്നും എൻ്റെ കയ്യിലില്ല. നീ എന്തായാലും പൂർണ്ണമായി റെസ്റ്റ് എടുക്ക്. അതേസമയം ഈകളാണെങ്കിൽ സിയയോടുള്ള പ്രേമം മുത്തിട്ട് ഇരുന്ന് അവളെക്കുറിച്ച് ഒരു കവിത എഴുതുകയാണ്. ആദ്യം എഴുത്തെഴുതാന്ന് ഓർത്തിട്ടും പിന്നെ കവിതയാണ് ഇരുന്ന് എഴുതുന്നത്. ഇതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് വരുന്നവരേക്കും ബൈ.